നനങ്ങി നടാ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഇവിടെ ഇവിടെ ഇടാ. ഇവിടെ തിരിച്ചാ. നീ എവിടെ ചേട്ടത്തി? നേരത്തെ പറയണ്ടേ? പിന്നെ എങ്ങനാ? ഇങ്ങനെയല്ലേ ആദ്യം ഇട്ടത്? ഇങ്ങനെയാ? അടി വെച്ചിട്ട് നേരെ അങ്ങോട്ട് ഇട്. നീ എന്താ അതിന്റെ ഇടയിൽ കിടന്ന് കറങ്ങുന്നത്? ഇവിടെ മാറും. ഇപ്പൊ കണ്ടാ കറക്റ്റ് ആയത്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇതാകുമ്പോ നമുക്ക് ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത്. യൂറോപ്പിലൊക്കെ ഇങ്ങനെയാത്രേ. വീടാണോ ഒരു ബ്യൂട്ടി പാർലർ മസ്റ്റാ. വിസ കിട്ടിയിരുന്ന ഈ കൊളംബോയിൽ പോയി അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കായിരുന്നു. അവിടെയും ബ്യൂട്ടി പാർലർ കാണുമല്ലേ? കാണുമല്ലോന്നോ? അവിടെ അതേ ഉള്ളൂ. വിസ കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഞാൻ പലപ്പോഴും പണിയെടുക്കാൻ ആണുങ്ങളും സുഗുണം പണി ചെയ്ത് കാശ് കൊണ്ടിരുന്നൊന്നും കാണുന്നില്ലല്ലോ. അത് കൊണ്ടുവരും, കാശ് കൊണ്ടുവരും. വിസ വരട്ടെ. ഈ കൂടുതൽ വാചം അടിക്കാതെ കടിക്ക് വെക്കാൻ നോക്കാം. വിസ വരാതെ എങ്ങനെ കാശ് കൊണ്ടുവരണം? ഇപ്പൊ ഏകദേശം രൂപമായി. ഫിനിഷിംഗുമായി. ഭക്ഷണം എടുക്ക് ലീലാവതി. കണ്ടില്ലേ? ഭക്ഷണം ഭക്ഷണം ഭക്ഷണം. ഈ ഒരു ഒറ്റ വിചാരമുള്ളൂ ശാരദരേട്ടന്. എന്നാ ബാക്കിയുള്ളവർ എന്താ ചെയ്യണേ? അതിനൊരു സഹായം. അതൊക്കെ എന്നെ കണ്ടു പഠിക്കണ ആളെയാ. ശാരദയ്ക്ക് ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവട്ടെ, ഞാൻ ഉടനടി അത് സാധിച്ചു കൊടുക്കും. ലീലാവതി, മുമ്പ് ഈ വീട്ടിലൊരു താളം ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ ഇല്ലാതാവുന്ന പോലെ എനിക്ക് തോന്നുക. അടിപൊളി. ശരിയാക്കി തരാട്ടാ. ഏട്ടൻ മറ്റെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാ. അളിയനെല്ലാം സ്ട്രൈറ്റ് ആയിട്ടേ പറയൂ. ചേട്ടത്തിക്ക് എന്ത്? ഈ ചേട്ടൻ ഇത് എന്തുവാ ചേട്ടാ? ഈ ഫോക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നോളും വന്നോളും ചേട്ടാ, വന്നോളും. അതൊക്കെ നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി. എന്നെ ഒന്ന് വെറുതെ വിട്ടേര്. അങ്ങനെ അങ്ങ് വിടാൻ പോണില്ല. അളിയൻ ഇവിടുത്തെ ഗ്രഹനാഥനാ, ഞങ്ങൾക്കൊക്കെ മാതൃകയായിരിക്കേണ്ട ആളാ. അതുപോലെ വിശ്വേട്ടാ, ഞാനൊരു ജോലിക്ക് ശ്രമിക്കാൻ പോവാ. ജോലിക്കോ? അതെന്തിന്? അയ്യോ, കാശിന് വേണ്ടിയല്ല. ജീവിക്കാനുള്ള കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊരു ഷോയ്ക്കുള്ള ജോലിയാ. ഷോയ്ക്ക്, ഒരു ജാടയ്ക്ക്. അത് വേണം. പെണ്ണുങ്ങൾ ജോലിക്ക് പോവുക, അതൊരു ഷൈനിങ്ങാ. വേണ്ട വേണ്ട, ഞാനിവിടെ ഉണ്ട് ജോലി ചെയ്യാൻ. ഞാനിവിടെ ഉള്ളപ്പോ. അയ്യോ ചേട്ടാ, ഇത് അഭിമാന പ്രശ്നം ആക്കണ്ട. ഇത് ഞങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഒരു ഐറ്റമായിട്ട് കണ്ടാ മതി. അതെ, ഒന്ന് തന്നെ. അയ്യോ മക്കളെ നേരത്തെ വന്നാ എന്തു മക്കളെ? കോളേജിൽ സമരോ? ഇപ്പോഴത്തെ പഠിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിത്തങ്ങളാണല്ലേ. കലികാലം എന്ന് പറയുമ്പോ ഇത്രയും വലിയ കലികാലമാണെന്ന് വിചാരിച്ചില്ല ഏട്ടാ. എന്തു മക്കളെ അങ്ങ് ക്ഷീണിച്ചോയെ? ഞാൻ പോട്ടെ. എന്തു മക്കളെ? ആ സതി ചേച്ചിയുടെയും ലീലാവതി ചേച്ചിയുടെയും കുറ്റങ്ങളും കുറവുകളും ഒക്കെ വല്യമ്മയോട് ഒന്ന് പറയുന്നത് എന്തിനാ? അതുപോലെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ പറയുന്നു, അതെന്തിനാ? നാരായണ ഭഗവാനെ കൃഷ്ണ, ദൈവം എല്ലാം കേട്ടോണ്ട് മുകളിൽ ഇരിപ്പുണ്ട്. അത് മറന്ന് വർത്താനം പറയരുത് കേട്ടോ. ഈ നമ്പർ ഒന്നും വേണ്ട, ചോദിച്ചതിന് ഉത്തരം പറ. എന്തിനാ അവരെയൊക്കെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നേ? എന്റെ ഈശ്വര, എന്റെ മക്കൾക്ക് ഇത് എന്ത് പറ്റി? ഇനി ആള് മാറിയാറ്റം പറയണാണോ? ആളും ഒന്നും മാറിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒന്നാമതേ പ്രശ്നത്തിലെ ആ സതി ചേച്ചിയും ലീലാവതി ചേച്ചി. അതിനിടയിൽ നിങ്ങളെപ്പോലുള്ളവർ ഇനി തമ്മിലടിപ്പിക്കാൻ കൂടെ നോക്കണ്ട. അയ്യോ ദൈവമേ, അയ്യോ എന്റെ പൊന്നെ, നിനക്ക് എന്ത് പറ്റി മക്കളെ? ലോകത്തെല്ലാരും നന്നായിട്ടിരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം. ആ ഒറ്റ വിചാരമേ ലതാകുമാരിക്കുള്ളൂ. എന്റെ പൊന്നു മക്കളെ, ഇല്ല, ഞാൻ ഇതോടെ നിർത്തി കേട്ടാ. പിന്നെ എന്റെ ഒരു സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. എന്റെ ഉള്ളൊരു ശുദ്ധ ഹൃദയം ഒന്നും ഇരിക്കൂല. കണ്ടതുപോലെ ഞാനങ്ങ് വിളിച്ചു പറയും, കേട്ടതുപോലെ അങ്ങ് പറയും കേട്ടാ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊന്നു വെച്ച് മറ്റൊന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റൂല. അതിന് ഇനി ഒരു ലതാകുമാരി ജനിച്ചു വരണം. വേദാന്തമൊക്കെ കൈ തന്നെ വെച്ചിരുന്നാ മതി. ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെ എങ്ങാനും ചൂണ്ടല്ലേ? ഇല്ല മക്കളെ, തീർന്നു. മക്കളാണ്, ഇനി ഒന്നുമില്ല. പറ്റിപ്പോയി മക്കളെ, സംഭവിച്ചു പോയി. ഞാൻ പോട്ടാ. പിന്നെ മക്കളെ സുഖം തന്നെയല്ലേ? ഓനെ ആരോഗ്യമൊക്കെ നോക്കണേ. താൻ ചത്ത് മീൻ പിടിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. അപ്പൊ
അപ്പൊ പിന്നെ പോട്ടെ. വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മോനെ ഉണങ്ങി. ഈശ്വര ഭഗവാനെ, സർവ്വലോകത്തിനും നല്ലത് വരുത്തണേ. എന്റെ അമ്മോ.